ഇന്ന് ഷൂ ഇല്ല. ഷൂ ആണ് ആദ്യം നോക്കണേ. അത് ശരിയല്ലേട്ടാ. സിഗ്നേച്ചർ പോയി. പക്ഷെ ബ്ലൂ ആണല്ലോ, ബ്ലൂ ലാവെൻഡർ. യെസ്. അപ്പൊ പാട്ട് ബ്ലൂ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലാവെൻഡറുമായിട്ട് ബന്ധപ്പെട്ടോ? ബ്ലൂ ആയിട്ട്, ബ്ലൂ റോസും ആയിട്ട്. ചെറിയ നല്ല മനുഷ്യന്റെ പാട്ടാണോ അത്? വലിയ നല്ല മനുഷ്യൻ. വലിയ നല്ല മനുഷ്യന്റെ പാട്ടാന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെ ക്ലൂ തരാൻ പറ്റും ആ മനുഷ്യനെ കണ്ടുപിടിക്കാൻ? 5 ക്ലൂ ആണ് വേണ്ടത്. ഒന്ന് വലിയ നല്ല വലിയ നല്ല മനുഷ്യൻ, താടിയുണ്ട്. താടിയുണ്ട്. പിന്നെ ടോപ്പ് സിംഗറിലൊക്കെ ജഡ്ജായിട്ടുണ്ട്. ആണോ? ക്ലൂ നമ്പർ 3 ഇപ്പൊ ഇവിടെ ഉണ്ട്. ആണോ? ഇവിടെ ഉണ്ട്. ഇത്ര ക്ലോസ് തന്നിട്ട് മനസ്സിലാവുന്നില്ല ആളെ. അതെ അതെ, ആരായിരിക്കും അത്? എന്തായാലും താടി ഇല്ലാത്തോണ്ട് ഉണ്ണിച്ചേട്ടനല്ല. ആരാ കുട്ടിയത്? നമ്മുടെ സ്വന്തം എംജിയങ്കൾ. ബ്ലൂ റോസ് ആണ് അല്ലേ? അതെ. ജനുവരിയിൽ വിരിയുമോ അല്ലേ? ഈ പാട്ടിനെ പറ്റി ഒരു കഥയുണ്ട്. അതായത് ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അതായത് ബെഥോവന്റെ ഫൂറലിസ് എന്ന് പറഞ്ഞ അത് കോപ്പി അടിച്ചു, എന്നിട്ട് ഇയാള് വലിയ മ്യൂസിക് കമ്പോസറായിട്ട് ഇങ്ങനെ ചമഞ്ഞ് നടക്കുന്നു എന്നൊക്കെ ആ സമയങ്ങളിൽ. യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർ ശ്യാമപ്രസാദ് സാറാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞ ഒരു സോങ് സിറ്റുവേഷൻ ഇതാണ്. ഈ നായകൻ ഒരു പിയാനിസ്റ്റാണ് അകലെ എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പോൾ നായകൻ ആദ്യം ഫൂറലിസ് വായിക്കുന്നു, എന്നിട്ട് ആ ട്യൂണിൽ നമ്മൾ ഒരു പാട്ട് തുടങ്ങുന്നു വിത്ത് ലിറിക്സ്. എന്നിട്ട് അനുപല്ലവിയിലേക്ക് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഫ്രേസിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഇയാളുടെ സ്വന്തം കോമ്പോസിഷനായിട്ട് മാറും. ഇതാണ് എനിക്ക് തന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും എന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പാട്ടില് അകലേ ഇനി അകലേ തരതരതരേ ആ ഭാഗം തൊട്ടാണ് ശരിക്കും. അപ്പൊ ഇത് ഒറിജിനലി ഇത് ഫൂറലിസ് എന്ന് പറഞ്ഞ ഏറ്റവും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോമ്പോസിഷൻസ് ഇൻ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ആണ്. അത് പിയാനോയിലാണ് അത് വായിക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഒറിജിനൽ സോങ്ങിൽ വായിച്ചിരിക്കുന്നത് ഒരു ഗ്രേറ്റ് ടാലൻറ്റ്, ഗ്രേറ്റ് ജീനിയസ് ആണ്. ഇപ്പോൾ ഇന്ന് ലിഡിയൻ നാദസ്വരം എന്നൊക്കെ പറഞ്ഞ പോലെ ജൂലിയൻ ക്ലഫ് എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ അന്ന് കൊച്ചു പയ്യനായിരുന്നു, ഇന്നിപ്പോൾ വലിയ ആളായിരിക്കും, എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗ്രേറ്റ് ടാലൻ്റ് ആയിരുന്നു. അപ്പോൾ ജൂലിയൻ ക്ലഫാണ് ഇതിനകത്ത് വായിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പാട്ട് പാടുകയായിരുന്നു. ഇത് അറിയാണ്ട് പോയത് എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം 9 പാട്ടുകൾ അകലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു സിനിമ അകലെ എന്നുള്ള പാട്ട് ഉൾപ്പെടെ ഒരു പാട്ടും സിനിമയിൽ വന്നില്ല. അപ്പോൾ ദിസ് വാസ് നോട്ട് ഷോട്ട് ഇൻ ദ വേ ശ്യാമപ്രസാദ് സർ വാണ്ടഡ് ഇറ്റ് ടു ഹാപ്പൻ. അപ്പോൾ അതുകൊണ്ട് പാട്ട് മാത്രം വന്നപ്പോഴത്തേക്കും ഇത് എല്ലാവരും ധരിച്ചത്, അതായത് ഞാൻ അത് മനസ്സിലാവാത്തതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ കോപ്പി ചെയ്തു എന്നുള്ള രീതിയിലേക്ക് വന്നു. അത് കുഴപ്പമില്ല, എല്ലാ തെറ്റുകളും ഞാൻ എടുക്കാൻ തയ്യാറ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഇങ്ങനെയാണ്, സോ ഐ ആം ഇന്നസെന്റ് ഇൻ ദാറ്റ്. ഞാൻ എൻ്റെ ഡയറക്ടർ എന്നോട് എന്താണോ പറഞ്ഞത് അത് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ ഒരിക്കൽ കൂടി ഇതിനൊരു ക്ലാരിറ്റി വരുത്തുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു ഗ്രേറ്റ് കോമ്പോസിഷൻ്റെ ഒരു ഭാഗമാകാനായിട്ട് ഈ ചെറിയ എനിക്കും സാധിച്ചു ഈ പാട്ടിലൂടെ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ദിയക്കുട്ടി, ബാക്കി ഡീറ്റെയിൽസ്. ഫിലിം അകലെ, ഇയർ 2004, മ്യൂസിക് എംജിയങ്കൾ, ലിറിസിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് സുജാത മാമും വേണുഗോപാൽ സാർ. യെസ്. പാടുക ബ്ലൂ റോസ്.
താങ്ക് യു. ബ്യൂട്ടിഫുൾ. ആഹാ. യെസ്, അപ്പൊ നമ്മുടെ മാർക്ക് എത്രയാണ്? ഇറ്റ്സ് 100 out of 100 for ദിയക്കുട്ടൻ. ഈ കുട്ടിക്ക് അത്ഭുതമാണേ. പോരട്ടെ, ഒരു മധുരമഴ. താങ്ക് യു സർ.